നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും 15,000 രൂപ ശമ്പളത്തിൽ വീട്ടുചെലവ് പോലും നടക്കുന്നില്ലെങ്കിൽ നിക്ഷേപത്തിലൂടെ കോടീശ്വരനാവുക എന്നത് വെറും സ്വപ്നമല്ലേ എന്ന്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് നിങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറാൻ പോകുകയാണ്. കാരണം 15,000 രൂപ മാത്രം ശമ്പളമുള്ള ഒരു സാധാരണക്കാരന് നിക്ഷേപത്തിലൂടെ എങ്ങനെ കോടികളുടെ സ്വത്തുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ 3 വ്യത്യസ്ത നിക്ഷേപ ഓപ്ഷനുകളും ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ എല്ലാ കണക്കുകൂട്ടലുകളും ഉദാഹരണങ്ങളിലൂടെയും നമ്മൾ വ്യക്തമായി കാണും. എങ്ങനെ 15,000, 20,000 രൂപ ശമ്പളമുള്ളവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാമെന്ന്. നിങ്ങൾ പഠനം പൂർത്തിയാക്കി സാധാരണ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ പ്രവേശിച്ചുവെന്ന് കരുതുക. തുടക്കക്കാരനായതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം 15,000 രൂപയാണ്. മിക്ക ആളുകളും കരുതുന്നത് ഈ ശമ്പളത്തിൽ സമ്പാദ്യമോ നിക്ഷേപമോ സാധ്യമല്ലെന്നാണ്. പക്ഷേ നിക്ഷേപ ഓപ്ഷനുകൾ പറയുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ 15,000 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്കൊരിക്കലും പണക്കാരനാകാൻ കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു പ്രായോഗിക ലോകമാണ്. ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വരുമാനം കൂട്ടിയേ തീരൂ. അതുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുമാനമാർഗം ഉണ്ടാകുമ്പോഴോ അതിൽ നിന്ന് കുറഞ്ഞത് 3-4 മാസം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ചെലവഴിക്കുക. നിങ്ങളുടെ പ്രധാന വരുമാനത്തിനൊപ്പം കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ വീടിന് പുറത്തു പോകേണ്ടതില്ല എന്നതൊരു നല്ല കാര്യമാണ്. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ കോഴ്സുകൾ ചെയ്യാം. ചെറിയ കാലയളവിലുള്ള കഴിവുകൾ പഠിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഉദാഹരണത്തിന് ഫ്രീലാൻസിംഗ്. നിങ്ങൾക്ക് കണ്ടന്റ് റൈറ്റിംഗിലോ വീഡിയോ എഡിറ്റിംഗിലോ താൽപ്പര്യമുണ്ടെങ്കിൽ 2-3 മാസത്തെ ഒരു ചെറിയ കോഴ്സ് ചെയ്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ഒരു പോർട്ട്ഫോളിയോ നിർമ്മിച്ച് പിന്നീട് ഓഫീസ് സമയത്തിന് ശേഷം 2-3 മണിക്കൂർ അധികമായി ജോലി ചെയ്ത് കൂടുതൽ പണം നേടാം. ഒരു നല്ല സമ്പത്ത് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും നിങ്ങൾക്കായി ചിലവഴിക്കുക. നിങ്ങളുടെ ശമ്പള വരുമാനത്തിനൊപ്പം ഒരു അധിക വരുമാന മാർഗം കൂടി ഉണ്ടാക്കുക. 15,000 രൂപ ശമ്പളം 20,000 അല്ലെങ്കിൽ 25,000 ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. 15,000 രൂപയിൽ നിക്ഷേപിക്കാനുള്ള വഴികൾ ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. പക്ഷേ 15,000 രൂപ നിക്ഷേപിച്ച് മാസാവസാനം നിങ്ങൾക്ക് പണമില്ലാതെയാവുകയും വീട്ടുചെലവിന് കടം വാങ്ങേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് 15,000 രൂപ ശമ്പളത്തിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആദ്യം നോക്കാം. 50-30-20 റൂൾ പറയുന്നത് നിങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 50% അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണമെന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശമ്പളം 15,000 രൂപയാണെങ്കിൽ അതിൽ 7,500 രൂപ വാടക, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുക. അടുത്ത 30%, അതായത് 4,500 രൂപ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ഉപയോഗിക്കുക. ഇതിൽ പുറത്തു പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. അവസാനത്തെ 20%, അതായത് 3,000 രൂപ നിങ്ങൾ നിക്ഷേപത്തിനായി ഉപയോഗിക്കണം. എവിടെ നിക്ഷേപിക്കണമെന്നറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷനുകളാണ് ലഭ്യമാകുന്നതെന്നറിയണം. എന്റെ വ്യക്തിപരമായ നിർദ്ദേശമനുസരിച്ച് നിങ്ങളുടെ കരിയറിന്റെ തുടക്കത്തിൽ ഈ 5 നിക്ഷേപ ഓപ്ഷനുകൾക്കപ്പുറം നിങ്ങൾ മറ്റൊന്നും നോക്കേണ്ടതില്ല. FD 6% റിട്ടേൺ കിട്ടും. ഗോൾഡിൽ ശരാശരി 10%. സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി 50 എടുത്താൽ 13.5%. മിഡ് ക്യാപ്പ് 100 കമ്പനികളിൽ കുറച്ചുകൂടി ഉയർന്ന റിട്ടേൺ ഏകദേശം 14.5%. സ്മോൾ ക്യാപ്പ് 250 കമ്പനികളിൽ 18% വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് കൂടുതൽ ആലോചിക്കുന്നത്? സ്മോൾ ക്യാപ്പിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നതുകൊണ്ട് അതിലെല്ലാം നിക്ഷേപിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഈ തെറ്റൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ റിട്ടേണിന്റെ ക്രമത്തിന് പോലെ തന്നെ റിസ്കിന്റെ ക്രമവും കൂടി വരികയാണ്. FDയിൽ റിസ്ക് ഇല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കായി 3 നിക്ഷേപ ഓപ്ഷനുകൾ പ്ലാൻ ചെയ്യാം. ഈ 3 ഓപ്ഷനുകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. FDയിൽ നിങ്ങൾക്ക് 6% വരെ റിട്ടേൺ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ FDയുടെ ഒരു പ്രധാന പ്രശ്നം അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വിപണിയിലെ പണപ്പെരുപ്പത്തെ മറികടക്കുന്നില്ല. പണപ്പെരുപ്പം 5 മുതൽ 7% വരെയാണ്. എന്നാൽ FDയുടെ പലിശ ഏകദേശം 6%. എന്നാലും നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. നിങ്ങളുടെ 15,000 രൂപ ശമ്പളത്തിൽ 20%, അതായത് 3,000 രൂപ FDയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര റിട്ടേൺ കിട്ടും? ഇവിടെ ഞാൻ ഊഹിക്കുന്നത് കാലം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശമ്പളം കൂടും, അതിനനുസരിച്ച് നിങ്ങളുടെ നിക്ഷേപവും വർദ്ധിക്കും. അതായത് എല്ലാ വർഷവും നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം 10% വർദ്ധിപ്പിക്കുന്നുവെന്ന് കരുതുക. ഇവിടെ നമ്മൾ പണപ്പെരുപ്പം ക്രമീകരിച്ചതിനു ശേഷമുള്ള പണത്തിന്റെ യഥാർത്ഥ മൂല്യം എത്രയാണെന്ന് നോക്കും. ഈ ചാർട്ടിൽ നമ്മൾ വ്യത്യസ്ത അസറ്റ് ക്ലാസുകൾ എഴുതുകയാണ്.
ആദ്യ ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പണവും 100% FDയിൽ മാത്രമാണ് നിക്ഷേപിക്കുന്നത്. 10 വർഷം 10% വർധനവോടെ നിങ്ങൾ 4,73,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. 6% റിട്ടേൺ നിരക്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം 6,53,000 രൂപയായിരിക്കും. എന്നാൽ യഥാർത്ഥ മൂല്യം 4.5 ലക്ഷം രൂപ മാത്രമായിരിക്കും. അതായത് പണപ്പെരുപ്പം കാരണം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയുകയും ലഭിക്കുന്ന റിട്ടേൺ അതിനെ മറികടക്കുകയും ചെയ്യുന്നില്ല. 20 വർഷത്തിൽ നിങ്ങളുടെ നിക്ഷേപം 20,61,000 രൂപയാകും. ഇതിന്റെ മൂല്യം 33,10,000 രൂപയായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ 19,20,000 രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് പണപ്പെരുപ്പം കാരണം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറയുകയാണ്, ലഭിക്കുന്ന റിട്ടേൺ അതിനെ മറികടക്കുകയും ചെയ്യുന്നില്ല. 25 വർഷത്തിൽ നിങ്ങൾ ഏകദേശം 30 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷം ഈ 30 ലക്ഷം രൂപയുടെ മൂല്യം 3/1 അതായത് 17-18 ലക്ഷം രൂപയായി കുറയും. 30 വർഷത്തിൽ നിങ്ങൾ ആകെ 59 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇതിന്റെ മൂല്യം 1,11 ലക്ഷം രൂപയാകും. എന്നാൽ യഥാർത്ഥ മൂല്യം 23-24 ലക്ഷം രൂപ മാത്രമായിരിക്കും. 35 വർഷത്തിൽ പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം 32-33 ലക്ഷം രൂപ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ. FDയിൽ നിക്ഷേപിക്കുന്നത് ഒരു സുരക്ഷിത ഓപ്ഷനാണ്, കാരണം വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളെ ബാധിക്കില്ല. പക്ഷേ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന നിയമം ഇതാണ്: റിസ്ക് കുറയുന്തോറും റിട്ടേണും കുറയും. 15,000 രൂപ മാത്രം വരുമാനമുള്ള ഒരാൾ ഇത്രയും നിക്ഷേപിച്ചിട്ടും ഒന്നും ലഭിക്കരുത് എന്നൊരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. FD നമ്മുടെ പണപ്പെരുപ്പത്തെ മറികടന്നില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷനായ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാം. സ്റ്റോക്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല, കാരണം സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ ധാരാളം ഗവേഷണവും സമയവും പണവും ആവശ്യമാണ്. ഇത് ജോലിയുള്ള ഒരു സാധാരണക്കാരന് പ്രായോഗികമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. ഫണ്ടുകളിൽ നമുക്ക് ഓപ്ഷനുകളുണ്ട്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് രാജ്യത്തെ മികച്ച 50 കമ്പനികളിൽ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് ശരാശരി 13.5% റിട്ടേൺ കിട്ടും. നിഫ്റ്റി 100 മിഡ് ക്യാപ് കമ്പനികൾ സ്ഥിരമായ വളർച്ചയോടെ മുന്നോട്ട് പോകുന്നവയാണിവ. വളരുന്ന കമ്പനികളായതുകൊണ്ട് ഇവിടെ 14 മുതൽ 15% വരെ റിട്ടേൺ പ്രതീക്ഷിക്കാം. 250 സ്മോൾ ക്യാപ് കമ്പനികൾ വളർച്ചയുടെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലുള്ളവയാണിവ. ഈ കമ്പനികൾ പുതിയതായതുകൊണ്ട് വളർച്ചാ സാധ്യതയും കൂടുതലാണ്. ഇവിടെ 18% വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ മീഡിയം റിസ്ക് ഓപ്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്റെ എല്ലാ പണവും സ്മോൾ ക്യാപ് കമ്പനികളിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഒരു തന്ത്രപരമായ രീതിയിൽ ഈ 3 തരം ഫണ്ടുകളിലും നിക്ഷേപിക്കാം. നിങ്ങളുടെ 3,000 രൂപയെ 70:20:10 എന്ന അനുപാതത്തിൽ ഈ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. നിഫ്റ്റി 50 2,200 രൂപ, മിഡ് ക്യാപ് 600 രൂപ, സ്മോൾ ക്യാപ് 300 രൂപ. ഇതിലൂടെ നിങ്ങളുടെ ശരാശരി റിട്ടേൺ 14%ആയി മാറും. ഈ റിട്ടേൺ നിരക്കിൽ പണപ്പെരുപ്പം കണക്കാക്കുമ്പോൾ നിങ്ങളുടെ ഭാവി മൂല്യം എത്രയാണെന്ന് നോക്കാം. 10 വർഷം നിങ്ങളുടെ നിക്ഷേപം 4,31,000 രൂപയായിരിക്കും. പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് 4,77,000 രൂപ ലഭിക്കും. 20 വർഷം നിങ്ങൾ ആകെ 20,62,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. 14% റിട്ടേണിൽ ഭാവി മൂല്യം ഏകദേശം 93 ലക്ഷം രൂപയാകും. ഇതിന്റെ യഥാർത്ഥ മൂല്യം പണപ്പെരുപ്പത്തിന് ശേഷം 47 ലക്ഷം രൂപയായിരിക്കും. 25 വർഷം നിങ്ങൾ ഇതേ രീതിയിൽ 25 വർഷം തുടരുകയാണെങ്കിൽ വെറും 35 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് 1,70,00,000 രൂപ ലഭിക്കും. FDയിൽ 1 കോടി ലഭിക്കാൻ 30 വർഷം വേണ്ടി വന്നപ്പോൾ ഇവിടെ 25 വർഷം കൊണ്ട് നിങ്ങൾ 1,70,00,000 രൂപയുടെ സമ്പത്തുണ്ടാക്കി. 30 വർഷം നിങ്ങൾ ഇത് 30 വർഷം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം 3,82,00,000 രൂപയിലെത്തും. നിങ്ങളുടെ യഥാർത്ഥ തുക 82 ലക്ഷം രൂപയായിരിക്കും. 35 വർഷം പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷവും നിങ്ങൾക്ക് 3,30,00,000 രൂപ ലഭിക്കും. ഈ 2 ഓപ്ഷനുകളിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ FDയിൽ നിക്ഷേപിച്ചപ്പോൾ നമുക്ക് ലഭിച്ച യഥാർത്ഥ തുക നമ്മുടെ നിക്ഷേപിച്ച തുകയേക്കാൾ വളരെ കുറവായിരുന്നു. അതായത് 30 വർഷം നമ്മൾ 59 ലക്ഷം രൂപ നിക്ഷേപിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ 23 ലക്ഷം രൂപയാണ് ലഭിച്ചത്. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ, അതായത് മീഡിയം റിസ്ക് ഓപ്ഷനിൽ, നമുക്ക് ഓരോ തവണയും നമ്മുടെ നിക്ഷേപത്തേക്കാൾ കൂടുതൽ തുക ലഭിച്ചു. 20 ലക്ഷത്തിന് 27 ലക്ഷം, 37 ലക്ഷത്തിന് 47 ലക്ഷം, 60 ലക്ഷത്തിന് 80 ലക്ഷം എന്നിങ്ങനെ. ഇതിന്റെ കാരണം FD ഓപ്ഷൻ നമ്മുടെ 5% പണപ്പെരുപ്പത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇത് നമ്മുടെ സമ്പത്തിനെ ഇല്ലാതാക്കുകയായിരുന്നു. അതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ടും FDയും ഏറ്റവും മികച്ച നിക്ഷേപമാണെന്ന് കരുതുന്നവർക്ക് നിങ്ങളുടെ പണത്തിന് എന്ത് സംഭവിക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. മീഡിയം റിസ്ക് ഓപ്ഷനിൽ നമുക്ക് നല്ല റിട്ടേൺ ലഭിച്ചു, പക്ഷേ ഈ റിട്ടേൺ വേഗത്തിൽ ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. 1 കോടി രൂപ നേടാൻ 25 വർഷം കാത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കായി അടുത്ത ഓപ്ഷൻ വരുന്നു. ഈ സമയത്ത് നിങ്ങൾ 15,000 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം 21നും 25നും ഇടയിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ നമ്മളെല്ലാം പരീക്ഷിക്കണം, എല്ലാത്തരം റിസ്കുകളും എടുക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രായപരിധിയിലുള്ളവരും വളരെ പെട്ടെന്ന് ധാരാളം പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കുള്ളതാണ്. ഈ ഓപ്ഷനിലും നമ്മൾ 3,000 രൂപ നിക്ഷേപിക്കും, പക്ഷേ ഇത്തവണ നിയമം അല്പം വ്യത്യസ്തമായിരിക്കും. ഈ ഓപ്ഷനിൽ നമ്മൾ 10-20-70 റൂൾ ഉപയോഗിക്കും.
70% പണം, അതായത് 2100 രൂപ 18% റിട്ടേൺ ലഭിക്കുന്ന സ്മോൾ ക്യാപ്പിൽ നിക്ഷേപിക്കും. അടുത്ത 20%, അതായത് 600 രൂപ മിഡ് ക്യാപ്പിൽ നിക്ഷേപിക്കും. 10%, അതായത് 300 രൂപ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കും. ഇതിലൂടെ നമുക്ക് എത്ര റിട്ടേൺ ലഭിക്കുമെന്ന് നോക്കാം. ഈ ഓപ്ഷനിൽ നമുക്ക് ശരാശരി 16.87% റിട്ടേൺ ലഭിക്കുന്നു. 10 വർഷം നമ്മുടെ നിക്ഷേപം 4,73,000 രൂപയാകും. ഭാവി മൂല്യം 10 ലക്ഷം രൂപയായിരിക്കും. പണപ്പെരുപ്പം ക്രമീകരിച്ചതിന് ശേഷം യഥാർത്ഥ മൂല്യം 7,77,000 രൂപയായിരിക്കും. 15 വർഷം നിങ്ങൾ 7 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇതിന്റെ മൂല്യം 22 ലക്ഷം രൂപയാകും. 20 വർഷം 10 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് 1,04 ലക്ഷം രൂപയായി മാറും. അതായത് FDയിൽ 30-35 വർഷം എടുത്തപ്പോൾ, മീഡിയം റിസ്കിൽ 25 വർഷം എടുത്തപ്പോൾ, ഈ രീതിയിൽ നമ്മൾ വെറും 20 വർഷം കൊണ്ട് 1 കോടി രൂപ കടന്നു. 25 വർഷം നിങ്ങൾ ഇതേ രീതി പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ 35 ലക്ഷം രൂപയുടെ നിക്ഷേപം 2,60 ലക്ഷം രൂപയായി മാറും. പണപ്പെരുപ്പമുണ്ടായിട്ടും നിങ്ങൾക്ക് 1,12 ലക്ഷം രൂപ ലഭിക്കും. 30 വർഷം 59 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ ഭാവി മൂല്യം 6,40 ലക്ഷം രൂപയാകും. നിങ്ങൾക്ക് ലഭിക്കുന്ന യഥാർത്ഥ തുക 2,30 ലക്ഷം രൂപയായിരിക്കും. അതായത് ഭയങ്കരമായ പണപ്പെരുപ്പം നേരിട്ടതിന് ശേഷവും നിങ്ങളുടെ കയ്യിൽ 2,30 ലക്ഷം രൂപയുണ്ടാകും. 35 വർഷം നിങ്ങളുടെ സമ്പത്ത് 15,50 ലക്ഷം രൂപയായിരിക്കും. യഥാർത്ഥത്തിൽ 2,50 കോടി രൂപ ലഭിക്കും. നിങ്ങളുടെ പണം വേഗത്തിൽ വളർത്താനും സാമ്പത്തികമായി മുന്നേറാനുമുള്ള വഴികളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾ വെൽത്ത് സ്കൂൾ അക്കാഡമി എന്ന പേരിൽ ഒരു സൗജന്യ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും ആസ്തികൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യാനും പുതിയ വിവരങ്ങൾ ലഭിക്കാനും സാധിക്കും. തികച്ചും സൗജന്യമായ ഈ കമ്മ്യൂണിറ്റിയിൽ ചേരുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ അപ്ഡേറ്റായി സമ്പന്നരാകാൻ സഹായിക്കും. ഉടൻ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വെൽത്ത് സ്കൂൾ അക്കാഡമി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ. ഈ സുവർണ അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ 15,000 രൂപയോ 20,000 രൂപയോ 50,000 രൂപയോ സമ്പാദിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു സിസ്റ്റം പിന്തുടരുകയും നിങ്ങളുടെ നിക്ഷേപത്തിന് ശരിയായ മാർഗം ഉപയോഗിക്കുകയും ചെയ്താൽ വെറും 20 വർഷത്തിനുള്ളിൽ 15,000 രൂപ ശമ്പളത്തിൽ പോലും നിങ്ങൾക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളിൽ പലരും പറയും ഇതൊക്കെ വെറുതെയാണ്, എക്സൽ ഷീറ്റിൽ എല്ലാം എളുപ്പമാണ്, യഥാർത്ഥ ജീവിതത്തിൽ ഇത് സാധ്യമല്ല എന്ന്. പക്ഷെ നിങ്ങളുടെ ചിന്ത തെറ്റാണ്. ഭാവിയിൽ പലിശ നിരക്ക് കൂടിയും കുറഞ്ഞുമിരിക്കാം, പണപ്പെരുപ്പും കൂടാം. നമ്മുടെ രാജ്യത്തെ സാഹചര്യം ഇന്നത്തെ പോലെ ആയിരിക്കില്ല. പക്ഷേ കോമ്പൗണ്ടിംഗ് എന്നത് ഒരു ടൂളാണ്. അത് ഒരിക്കൽ നിങ്ങളുടെ സുഹൃത്തായി മാറിയാൽ സാഹചര്യം എന്തുതന്നെ ആയാലും അത് നിങ്ങളെ പണക്കാരനാക്കി മാറ്റുക തന്നെ ചെയ്യും. ഞാൻ കാണിച്ച ഈ കണക്കുകളെല്ലാം കോമ്പൗണ്ടിംഗ് ഉപയോഗിച്ചുള്ളതാണ്. വിശ്വസിക്കാനും ഇല്ലെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, SIP ആയാലും ലംസം ആയാലും എന്തായാലും ഒരു കൃത്യമായ പ്രോസസ്സോടുകൂടി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം ഒരു പ്രശ്നമല്ല. വരുന്ന യാണങ്ങളിൽ നിങ്ങൾക്ക് പണക്കാരനാകുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ ശമ്പളം എത്രയാണ്, അതിൽ നിന്ന് എത്ര പണം നിക്ഷേപിക്കുന്നുണ്ട് എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.